ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആവേശത്തിന്റെ അലകടലാവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ എല്ലാവിധ തയ്യാറെടുപ്പിലേക്കും ക്ലബ്ബുകളൊക്കെ തന്നെ കടന്നിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനഗിരിയുടെ പരിശീലന ക്യാമ്പിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ അവർ തുഴച്ചിൽ മറ്റു പരിശീലനങ്ങളൊക്കെ തന്നെ കടക്കുന്നതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പാണ്. എന്തായാലും വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ള ഈ കരക്കാർ ഒന്നടങ്കമുള്ളത്. മാത്രമല്ല വലിയ വിജയപ്രതീക്ഷയില്ല. കഴിഞ്ഞ തവണ ഈ ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പോലെയാണ് VBCക്ക് കഴിഞ്ഞ തവണ കപ്പ് നഷ്ടപ്പെട്ടത്. കാരണം 5 മില്ലി സെക്കൻഡിന്റെ മാത്രം വ്യത്യാസത്തിലായിരുന്നു കഴിഞ്ഞ തവണ പിന്നിലായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതുകൂടി മറികടന്ന് വിജയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്ലബ്ബ് ഭാരവാഹികളും മറ്റും ക്യാപ്റ്റന്മാരും കോച്ചും ഒക്കെ തന്നെയുള്ളത്. നമുക്കപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ കൂടി ചേരുന്നത്. ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ്? ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് തലനാരിഴയ്ക്ക് പേപ്പർ കനമെന്നാണ് പറയുക. സാധാരണ ഇത് മിനിറ്റ്, സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, മില്ലി മൈക്രോ സെക്കൻഡിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നിരാശയുണ്ട്. അങ്ങനെ ഒരു വിധി വന്നതിൽ ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ് ഇത്തവണ ഞങ്ങൾ വിയവരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ നേതൃത്വത്തിൽ ഇത്തവണ മത്സരത്തിൽ എത്തുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ടീമുകൾ നല്ല തയ്യാറെടുപ്പാണ്. 8-9 ടീമുകൾ ഫൈനലിലെത്തുക എന്ന് പറയുന്നത് തന്നെ ശ്രമകരമാണ്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 35 ദിവസത്തെ ക്യാമ്പാണ്. 1,10,00,000 രൂപയോളം മുടക്കിയാണ് ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ജയിച്ചാൽ പോലെ 8 ലക്ഷം രൂപ താഴെ കിട്ടത്തുള്ളൂ.